2025 IPL സീസണിലെ ആവേശകരമായ രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി പഞ്ചാബ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 204 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് കിങ്സ് 5 വിക്കറ്റുകൾക്ക് വിജയം സ്വന്തമാക്കുകയായിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ കപ്പിത്താനായ ശ്രേയസ് അയ്യർ ടീമിനെ തന്റെ തോളിലേറ്റി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് വിജയം നേടിക്കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുംബൈ ഉയർത്തിയ 204 എന്ന വലിയ വിജയലക്ഷ്യം വളരെ കൃത്യമായ രീതിയിൽ പിന്തുടർന്നുകൊണ്ട് 6 ബോളുകൾ ബാക്കി വെച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു പഞ്ചാബ്. അത് നേടിക്കൊടുത്തത് 41 ബോളിൽ 87 റൺസ് എടുത്ത് 8 സിക്സുകളും 4 ബൗണ്ടറികളും അടിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. പഞ്ചാബിന് വിജയിക്കാൻ അവസാന 12 ബോളുകളിൽ വേണ്ടി വന്നിരുന്നത് 23 റൺസ്. എന്നാൽ 19ാം ഓവറിൽ തന്നെ താരം കളി തീർത്തു. 4 സിക്സുകളാണ് ആ ഓവറിൽ താരം അടിച്ചുകൂട്ടിയത്. മത്സരശേഷം മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യ പറഞ്ഞ കാര്യവും അതായിരുന്നു. ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്ത രീതിയും അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകളും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പഞ്ചാബ് നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഹർദിക് പാണ്ഡ്യയുടെ വാക്കുകളായിരുന്നു ഇത്. പഞ്ചാബിലെ തൻ്റെ സഹകളിക്കാരൻ വധേരയുടെ വാക്കുകളും അത് തന്നെയാണ്. ശ്രേയസ് ഒരു ചേസ് മാസ്റ്ററാണ്. ഇന്നത് നല്ല രീതിയിൽ തെളിയിക്കുകയും ചെയ്തു. ജോണി ബാർസ്റ്റോയുടെയും സൂര്യകുമാർ യാദവിൻ്റെയും തിലക് വർമ്മയുടെയും അതുപോലെ തന്നെ നമാൻദിറിൻ്റെയും ബാറ്റിംഗ് പ്രകടനത്തിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് 200 കടന്നത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലീഷും വധേരയും ശ്രേയസിനോടൊപ്പം ചേർന്നതോടുകൂടി മത്സരം പഞ്ചാബ് നേടിയെടുക്കുകയായിരുന്നു. ഇനി IPLലെ കന്നി കിരീടത്തിന് വേണ്ടി ഇത്തവണ RCBയും പഞ്ചാബും നേർക്കുനേർ വരും. കിരീടം ആര് സ്വന്തമാക്കുമെന്ന് കാണാം.